റേഡിയോ ലൈബ്രറി. നോവലുകളും കഥകളും കവിതകളും ഒക്കെ പരിചയപ്പെടുന്ന റേഡിയോ ലൈബ്രറി അങ്ങനെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ. മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ പ്രതിഭ രതീഷാണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. നന്ദി രതീഷ്. ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. പ്രതിഭ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പുസ്തകം എന്ന് പറഞ്ഞാല് അതൊന്നും ശരിയല്ല. കുറെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ചെറുതിലെ മുതൽ ഇങ്ങനെ അങ്ങനെ ഒരു ശീലത്തിലുള്ള ആളായതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കും, സാഹിത്യവും വായിക്കും. പിന്നെ റിസർച്ചിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കും. പഠിക്കുന്ന സമയത്ത് ചരിത്രം ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ വായിക്കാനും ഒത്തിരി ഇഷ്ടമാണ്. എഴുതിയിട്ടുണ്ടോ? പുസ്തകം എഴുത്തൊന്നും ചെയ്തിട്ടില്ല. എഴുതി പൊതുവെ മടിയാണ്. നമ്മൾ ഈ സയൻസുകാരെ നിരന്തരം എഴുത്തുമായനാണല്ലോ, അതുകൊണ്ട് തന്നെ വേറെന്തെങ്കിലുമൊക്കെ എഴുതാനും മടിയും. അതുകൊണ്ട് മാത്രമല്ല, ഞാനിങ്ങനെ ഒരു ചാരാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയും കുത്തിക്കുറിച്ച് വെക്കുന്നല്ലാണ്ട് അങ്ങനെ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കുറിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു തീവണ്ടി യാത്രയുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു പുസ്തകത്തിലേക്കാണ് പോകുന്നത്. തീവണ്ടി യാത്ര എന്ന് തന്നെ പറയാൻ തോന്നുന്നത്. അതായത് മുഴുനീള നോവൽ, തീവണ്ടിയെ പശ്ചാത്തലമായി ചെയ്ത മലയാളത്തിലെ ആദ്യ നോവൽ എന്നാണ് എനിക്കത് മനസ്സിലാകുന്നത്. അത് വി ഷിനിലാൽ എന്നൊരു കഥാകാരൻ, നോവലിസ്റ്റ് എഴുതിയ സമ്പർക്കക്രാന്തി എന്ന പുസ്തകത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഈ നോവലിനെ കുറിച്ച് കൂടുതൽ അറിയാം. നോവലിനുള്ളിലേക്ക് കടന്നു പോകാം. സമ്പർക്കക്രാന്തി. ആദ്യം ഈ നോവലിസ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. TTE ട്രെയിനിൽ ജോലി ചെയ്യുന്നു. നിരവധിയായ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരുപാട് നോവലുകളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില നോവലുകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അടി, 124, ഗരിസപ്പ അരുവി, ബുദ്ധപദം, ഉടൽ ഭൗതികം, ഇരു തുടങ്ങി നിരവധിയായ നോവലുകൾ എഴുതിയിട്ടുണ്ട്. എല്ലാം തന്നെ വളരെയധികം വായിക്കപ്പെട്ടിട്ടുള്ള, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നോവലാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു നാട്ടിൽ പോയ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറെ പുസ്തകങ്ങൾ വാങ്ങുമല്ലോ. അപ്പോൾ ഇരുവും സമ്പർക്കക്രാന്തിയും ഒന്നിച്ചാണ് വാങ്ങിയത്. ഞാൻ ഇരു ആദ്യം വായിച്ചു. അതൊരു വല്ലാത്ത പുസ്തകമാണ്. നമ്മളെ വല്ലാത്തൊരു ഇടത്തിലേക്കൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞാണ് സമ്പർക്കക്രാന്തി എൻ്റെ വായനയ്ക്കായിട്ട് എടുക്കുന്നത്. അതും കുറച്ച് നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു നോവലാണ്. നമ്മുടെ ഈ നോവലിന്റെ ബാക്ക് കവറിൽ പറയുന്ന പോലെ തന്നെ 22 ബോഗികൾ, 3420 കിലോമീറ്റർ, 56 മണിക്കൂർ, 18 ഭാഷകളിൽ കൂടെ ഈ പറഞ്ഞ ദൂരത്തുകൂടെ ഇത്രയും മണിക്കൂർ 22 ബോഗികൾ കൂടെ ഈ നോവൽ സഞ്ചരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഡൽഹിക്ക് പുറപ്പെടുന്ന സമ്പർക്കക്രാന്തി എന്ന ട്രെയിൻ ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ ജില്ലകളെല്ലാം താണ്ടി മാംഗ്ലൂർ കൊങ്കൺ പാത വഴി ഗോവ, മറാത്ത, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ ദേശങ്ങളെല്ലാം കടന്ന് ഡൽഹിയിൽ എത്തിച്ചേരുകയാണ്. ട്രെയിനിൽ നമ്മളും കയറുകയാണ്. നിരവധി ഭൂപ്രദേശങ്ങൾ നമ്മൾ കാണും, നിരവധിയായ മനുഷ്യരെ കാണും, അവരുടെ വേഷവിധാനങ്ങൾ കാണും, ഭക്ഷണങ്ങൾ കാണും. അതായത് ഒരു കണക്കിന് ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ, സംസ്കാരത്തിലൂടെ ഒക്കെ ഒന്ന് തൊട്ടുപോകുന്ന ഒരു നോവൽ എൻ്റെ ഒരു അവതരണ രീതിയാണുള്ളത്. എഴുത്തിന്റെ ഒരു മാസ്മരികത ചിലപ്പോൾ നമുക്കിതൊരു മീഡിയക്കാർ സാധാരണ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണോ എന്ന് തോന്നിപ്പിക്കും. ഒപ്പം തന്നെ ചിലപ്പോൾ ഇതൊരു ആക്ഷേപഹാസ്യമാണോ എന്ന് തോന്നിപ്പിക്കും. അതുപോലെ ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ വല്ലാത്തൊരു ഫിക്ഷന്റെ മായിക വലയങ്ങളിലേക്കൊക്കെ ഇത് കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്തു ശൈലിയാണ് ശ്രീ വി ഷിനിലാൽ ഈ നോവലിൽ പിന്തുടരുന്നത്. ഇത് ഈ നോവലിനെ ഒരു 3 ഭാഗങ്ങളായിട്ടാണ് നോവലിസ്റ്റ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം തുടങ്ങുന്നത് ടെറിറ്റോറിയൽ ആനിമൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, ഒരു 1/2 പേജ് മാത്രമുള്ള ഒരു അധ്യായത്തിലാണ്. അതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു നായ, ഒരു ഭിക്ഷക്കാരൻ, ഒരു ജന്മി, ഒരു കച്ചവടക്കാരൻ. നായ തന്റെ ഇടം, ടെറിറ്ററി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു നായകളെ വരാൻ അനുവദിക്കാത്ത തരത്തിൽ. ഒരു ഭിക്ഷക്കാരനും തന്റെ ഭിക്ഷാടനത്തിന്റെ ഏരിയ അടയാളപ്പെടുത്തിയ ഒരു ഭിക്ഷക്കാരനാണ്. ഒരു ജന്മി തന്റെ പറമ്പിലേക്ക് അല്ലെങ്കിൽ തന്റെ ഏരിയയിലേക്ക് കടന്നു വരുന്നവരെ തോക്കുപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ കരുത്തനായ ഒരു ജന്മിയുണ്ട്. ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവടത്തിന്റെ സ്ഥലയിലേക്ക് കടന്നു വരുന്ന മറ്റു കച്ചവടക്കാരെ കൂടോത്രങ്ങൾ ഉപയോഗിച്ച് പായിച്ചു കളയുന്ന ഒരു കച്ചവടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞൊരു 1/2 പേജ് മാത്രമുള്ള ടെറിറ്റോറിയൽ അനിമൽ എന്ന ഒരു ചാപ്റ്റർ അധ്യായം കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ്. ഇതിന് ഇത്ര ലൈക്ക്, ഷെയർ കിട്ടിയെന്നൊക്കെ ഇതിന്റെ താഴെ ഇങ്ങനെ കുഞ്ഞൊരു ലൈനിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യത്തെ അധ്യായം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. റോഡരികിലെ ഗണപതി കോവിലിൽ നിന്ന്
നോക്കുമ്പോൾ കാണുന്ന കരിങ്കൽ ഭിത്തിയിൽ മഞ്ഞ വെളിച്ചവും നിഴലും ചേർന്ന് അതിപുരാതനമായ ഒരു ഗാംഭീര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഗാന്ധിജി 3 പ്രാവശ്യം കന്യാകുമാരി സന്ദർശിച്ചത്. ഇന്ന് ജനുവരി 23 റിപ്പബ്ലിക് ദിന പരേഡിൽ വിന്റേജ് വിഭാഗത്തിൽ പങ്കെടുക്കുന്നതിന് വാണ്ടറർ എന്ന ആവി എഞ്ചിൻ സമ്പർക്കക്രാന്തി എക്സ്പ്രസിന്റെ ഏറ്റവും പിന്നിലായി ഘടിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോവലിസ്റ്റ് നമ്മളെ ചരിത്രത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. പ്രധാന കഥാപാത്രങ്ങളായി കരംചന്ദ്, ജോൺ, കാർലോസ്, സമീറ, നിമിഷ മേത്ത, സ്മാർത്ഥം കഴിഞ്ഞു കയറുന്ന ലേഖ നമ്പൂതിരി, ഇങ്ങനെ നിരവധി പേരുണ്ട്. ഇതില് 2-3 പേരെ പറ്റി ഒരു ചെറിയ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കരംചന്ദ് എന്ന് പറയുന്നത് ഒരു യാത്രികനാണ്. അയാൾ നിരന്തരം യാത്ര ചെയ്യുകയും തന്റെ കാഴ്ചകൾ, തന്റെ അനുഭവങ്ങൾ ട്രാവലോഗുകളായി എഴുതുകയും ചെയ്യുന്നുണ്ട്. ജോൺ ഒരു വിദേശത്തു നിന്ന് വന്ന ഇന്ത്യ കാണാനിറങ്ങിയ ഒരു സായിപ്പാണ്. അയാള് ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന പുസ്തകം തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും ആ സ്ഥലത്തെ പറ്റിയുള്ള വിവരങ്ങൾ മറിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സഞ്ചാരിയായിട്ടാണ്. കാർലോസ് എന്ന് പറയുന്നത് ഈ ട്രെയിനിലെ TTE ആണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ വംശജനായ TTE തന്റെ ആംഗ്ലോ ഇന്ത്യൻ തഴമ്പുകളെ പറ്റിയും കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ റെയിൽ കൊണ്ടുവന്ന ചരിത്രമൊക്കെ കാർലോസിൽ കൂടെയൊക്കെ ഈ നോവലിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. പിന്നെ ഒരുപിടി കഥാപാത്രങ്ങളുണ്ട്. അത് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് പരിചയപ്പെടുത്തി പോകാമെന്ന് കരുതുന്നു. ഇതിലെ ഒരു ചാപ്റ്ററിൽ സംഗതി ഒന്ന് വായിച്ചാൽ, ഇഹം പരം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായ ഒരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം എന്നൊരു ഗാനം ഈ ട്രെയിൻ പോകുന്ന വഴിയിൽ ഒരു സ്റ്റേഷനിൽ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ യാത്രികനായ ജോൺ കരംചന്ദിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഗാനത്തിന്റെ അർത്ഥം? അപ്പൊ കരംചന്ദ് ആകെ കുഴങ്ങി, ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? എന്നിട്ട് അയാൾ പറയുകയാണ്, മിസ്റ്റർ ജോൺ, നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫി ഉറങ്ങിക്കിടക്കുന്നു. അതിന് ശരീരവുമായല്ല ബന്ധം, ആർക്കും തൊടാനാകാത്ത ആഴത്തിൽ മനസ്സിന്റെ അന്തരാളത്തിൽ ഗാഢജാഗ്രതയിൽ അത് സ്ഥിതി ചെയ്യുന്നു. അത് അവിടെയുണ്ട്, എന്നാൽ അത് നമ്മുടേതല്ല. അത് പ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച പ്രതിബിംബമാണ്. ആഗോള വെബുമായിട്ടാണ് അതിന് ഡയറക്റ്റ് കണക്ഷൻ. സെൽഫി നെറ്റ്വർക്കിൽ വിലയം പ്രാപിക്കുന്ന അവസ്ഥയാണ് മോക്ഷപ്രാപ്തി. മനസ്സിലായോ? അതായത് സിമ്പിളായി പറഞ്ഞാൽ സെൽഫി സമം ആത്മാവ്, വെബ് സമം പരമാത്മാവ്. സെൽഫി വെബിലും ആത്മാവ് പരമാത്മാവിലും ലയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെൽഫിയുടെ ലോകത്തിൽ മയങ്ങിപ്പോകുന്ന ആളുകളെ കുറിച്ചാണോ അതോ ഓരോരുത്തരുടെയും അന്തരാളങ്ങളിലേക്കാണോ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചാപ്റ്റർ എഴുതി നിർത്തുന്നതെന്ന് നമുക്ക് സംശയിക്കുന്ന ആക്ഷേപഹാസ്യമാണോ അതോ ഒരു ഫിലോസഫിക്കൽ തോട്ടാണോ ഇതിന് പിന്നിലുള്ളതെന്ന് വായനക്കാരനെ സംശയിപ്പിക്കുന്ന തരത്തിലാണ് ആ ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഓരോ കമ്പാർട്ട്മെന്റുകളും ഇന്ത്യയുടെ കുഞ്ഞു ബയോപ്സി പീസായിട്ടാണ് ഷിനിലാൽ ഈ ഒരു ഭാഗത്ത് 1-ാം ഭാഗമായ ടെറിട്ടോറിയൽ ആനിമലിന്റെ കീഴിൽ വരുന്ന ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെയാണ്: ജനറൽ കമ്പാർട്ട്മെന്റിൽ ആദ്യം കയറുന്നവർ സ്ഥലം പിടിക്കും, ആദ്യം ഇരിക്കുന്നവർക്ക് പിന്നെ വരുന്നവർ നുഴഞ്ഞു കയറ്റക്കാരാണ്. അതായത് നമ്മുടെ എല്ലാം ഉള്ളിലേക്കാണ് ആ ചോദ്യം ഉയർത്തുന്നത്. നമ്മളൊക്കെ ഇതുപോലുള്ള ട്രെയിൻ, ബസ് സഞ്ചാരങ്ങൾ നടത്തുന്നവരാണ്. തിരക്കുകൾ വരുമ്പോൾ മറ്റുള്ളവനെ ഇങ്ങനെ രൂക്ഷമായ കണ്ണുകളിലൂടെ നോക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഈ നോവൽ ഇങ്ങനെ ഒരു കണ്ണാടി തിരിച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ റെയിൽ സംവിധാനം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പൊ അതുവഴി ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ, കണക്ഷൻ, വ്യത്യസ്തതകളുള്ള ഇന്ത്യയെ ഒരൊറ്റ നൂലിൽ കൊരുത്തു എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒപ്പം തന്നെ പാൻഡമിക്സ് പരത്താനും റെയിൽ കാരണമായി എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഇൻവേർട്ടഡ് കോമയിൽ ആ പാൻഡമിക്സിനെ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു തരത്തിലുള്ള ചിന്ത നമ്മളിലേക്ക് ഉയർത്തിവിടുന്നുണ്ട്. അതായത് നമ്മളിപ്പം തിരുവനന്തപുരത്തു നിന്ന് തെക്കോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കന്യാകുമാരി വരെ നമുക്ക് വലിയ വ്യത്യസ്തതയൊന്നും ഫീൽ ചെയ്യില്ല, വലിയ വ്യത്യസ്തതയൊന്നും മനസ്സിലാകില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മാറി തിരുനെൽവേലിക്ക് എത്തുമ്പോൾ ആകെ ഭാഷ, ഭൂമിക എല്ലാം വ്യത്യാസമാവുകയാണ്. ഇങ്ങനെ നിരവധിയായ വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കൂടെ, ജനതകളിൽ കൂടെ, ഭാഷകളിൽ കൂടെ ഒക്കെ ഈ ട്രെയിൻ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിൽ പറയുന്ന തന്നെ ഒരു ലൈൻ കടമെടുത്ത് പറഞ്ഞാൽ, സമ്പർക്കത്തിലൂടെയാണ് വിപ്ലവം. സമ്പർക്കക്രാന്തി ഒരു വിപ്ലവത്തിന്റെ പ്രതീകമാണ്. ഈ ഭാഗത്ത് തന്നെ മറ്റൊരു സംഗതി പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തെ കാണിക്കുന്ന ടോയ്ലറ്റിൽ പ്രസവിക്കുന്ന സ്ത്രീയെക്കുറിച്ച്. ടോയ്ലറ്റിൽ പ്രസവിക്കുകയും ലാട്രിൻ ഹോള് വഴി താഴേക്ക് പോകുന്ന കുഞ്ഞിനെ പാളത്തിൽ നിന്ന് കിട്ടിയ ഒരു വൃദ്ധ എടുത്തു വളർത്തുന്നു. അതിനെ ചരിത്രമില്ലാത്തൊരു കുട്ടിയായാണ് ഈ നോവലിൽ അടയാളപ്പെടുത്തുന്നത്. 3 ദിവസ യാത്രയാണെങ്കിലും ഈ നോവലിന്റെ അവസാനത്തിൽ ഒരു യുവാവായാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു വല്ലാത്തൊരു ഭാവനാ ലോകത്തിലേക്കാണ് ചരിത്രമില്ലാത്ത കുട്ടി എന്ന സൂചകത്തിലൂടെ നോവലിസ്റ്റ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുപോലെ വളരെ പ്രധാനമായ മറ്റൊരു സംഗതിയാണ് ഈ
1-ാം ഭാഗത്തിലുള്ള ഓർമ്മ എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ എഞ്ചിൻ ഡ്രൈവറായ ദേവദാസ് കണ്ണിന്റെ മുന്നിൽ കണ്ട മരണങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ വിവരിക്കുന്നുണ്ട്. അതായത് ആള് പറയുന്നത്, ആദ്യത്തെ മരണം എനിക്ക് ഭയങ്കരമായ ഒരു വല്ലാത്ത വിഷമം അല്ലെങ്കിൽ ഭീതി ഉളവാക്കി. രണ്ടാമത് ഞാൻ കണ്ടത് ഒരു കുടുംബത്തിന്റെ ആത്മഹത്യയാണ്. മൂന്നാമത് ഞാൻ കണ്ടത് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട് ആത്മഹത്യയാക്കി മാറ്റുന്ന ഒരു മരണാനുഭവമാണ്. അങ്ങനെ 4, 5, 6 അത് കഴിഞ്ഞപ്പോൾ ക്രമേണ മരണം എന്നെ ഞെട്ടിക്കാതെ ആക്കി. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ നോവലിന്റെ 3 ഭാഗങ്ങളുണ്ട് പറഞ്ഞു. ആദ്യത്തെ 1-ാമത്തെ ഭാഗത്തിന്റെ ടൈറ്റിൽ ഭാഗം 1 ടെറിറ്റോറിയൽ ആനിമൽ ആയിരുന്നു. 2-ാം ഭാഗം സംഘമൃഗം എന്ന ടൈറ്റിലാണ്. അതില് പറയുന്ന ഒരു കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. ഒരു മലയടിവാരത്തിൽ 2-3 മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തില് ഒരു മൃഗം എത്തിച്ചേരുന്നു. ആ മൃഗത്തിനെ തിരിച്ചറിയാതെ അവിടെയുള്ളവർ പലതരത്തിലുള്ള വർത്തമാനങ്ങൾ ആ മൃഗത്തെ പറ്റി പറയുകയാണ്. ആ മൃഗത്തിന് കഴുത എന്ന് പേരിട്ടു. ആ മൃഗത്തെ കൊണ്ട് ജോലി എടുപ്പിച്ചു. ആ മൃഗത്തെ എന്താണിങ്ങനെ, ഈ മൃഗം എന്താണിങ്ങനെ, ആ മൃഗത്തിന്റെ പേരിൽ നിരവധിയായ കഥകൾ മനുഷ്യരുണ്ടാക്കി. പക്ഷേ അതിൽ വളരെ രസകരമായി എഴുതി വച്ചിരിക്കുന്ന ഒരു ലൈൻ ഉണ്ട്. കഴുതയെ പറ്റി പറയാണ്. ആ കഴുത പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും അറിയാതെ റബ്ബർ ചെരുപ്പ് തിന്നുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ കയറി കിടന്ന് ഉറങ്ങി. ഇങ്ങനെ തുടങ്ങുന്ന 2-ാം ഭാഗം. ഈ ഭാഗത്തില് ഭൂപടത്തിൽ വരയിട്ട് 2ആക്കിയപ്പോൾ ഇന്ത്യ നഷ്ടപ്പെട്ടവൻ, ഈ കടുകുമണികൾ അവൻ എനിക്കു തന്നതാണ്. ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ഞാനിത് വീശിയെറിയും. പാകിസ്ഥാനിൽ അവനും. പൂത്തുനിൽക്കുന്ന കടുകുപാടങ്ങൾ മഞ്ഞ പുതപ്പല്ല. ഒരു കടുക് ചെടിയിൽ നിന്ന് 1000 കടുക് ചെടി ജനിക്കും. ഭൂഖണ്ഡമാകെ മഞ്ഞ പരക്കും. അതിരുകൾ മാഞ്ഞുപോകും. അതിനു മുകളിലൂടെ എന്റെ കുഞ്ഞ് ഓടിക്കളിക്കും എന്ന് വളരെ അധികം ഭാവനയുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ചില വരികളുണ്ട്. ഈ വരികള് സമീറ എന്ന് പറയുന്ന ഇതിലെ യാത്രക്കാരി തന്റെ സഹയാത്രികനോട് പറയുകയാണ്. പാകിസ്ഥാനിയായ കാമുകൻ കൊടുത്ത കടുകുമണികളുമായി യാത്ര ചെയ്യുന്ന സമീറ. ഈ യാത്രയിലുടനീളം അവൾ ആ കടുകുമണികൾ ഈ ട്രെയിനിന്റെ ജനൽ വഴി വാരി വിതറുകയാണ്. അതിൽ കിട്ടുന്ന ഒരു മഞ്ഞ പുതപ്പണിഞ്ഞ കടുകുപാടങ്ങൾ നമുക്ക് തരുന്ന ഒരു തണവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവനയുടെ ലോകത്തിലേക്കാണ് ആ വരികളിലൂടെ ഈ ഒരു വിവരണം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കർബുഡെ ടണൽ വഴി ട്രെയിൻ കടന്നു പോകുമ്പോൾ സമീറ കൂകുകയാണ്. പിറകെ കരംചന്ദും കൂകി. അപ്പോൾ ഇവൻ ചോദിക്കും, നീ എന്തിനാണ് കൂകിയത്? ഞാൻ കൂകിയത് എന്റെ കുട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ നീയോ? ഞാൻ കൂകിയത് നീ കൂകി കേട്ടിട്ട്. ഇങ്ങനെ തുടർന്നാൽ ഇതൊരു ആചാരമായി മാറുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില ഹിന്റിംഗ് ആയിട്ടുള്ള ചില ലൈൻസ് ഇതിലേക്ക് ഈ നോവലിൽ വളരെ ഭംഗിയായി എഴുതി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കലാപങ്ങൾ കാരണം വഴിതിരിച്ചു വിടുന്ന ട്രെയിനുകളെ പറ്റി, ആക്ടിവിസം അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വളരെ ഭംഗിയായി ജലയുദ്ധം എന്ന് പറയുന്ന ചാപ്റ്റർ വഴി, അധ്യായം വഴി ഷിനിലാൽ നമ്മളോട് സംവേദിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തില് വളരെയധികം ജലദൗർലഭ്യം നേരിടുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ കൂടെ ഈ സമ്പർക്കക്രാന്തി ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ ആസൂത്രിതമായി രാത്രി ആ ഭാഗത്തേക്ക് കടന്നു വരുന്ന ട്രെയിനിൽ നിന്നും ട്രെയിൻ ചങ്ങല പിടിച്ചു നിർത്തി ജലം മോഷ്ടിക്കുകയാണ്. ഇതിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാരും തന്നെ അറിയുന്നില്ല. രാവിലെ ഉണർന്ന് നോക്കുമ്പോഴാണ് തങ്ങളുടെ കമ്പാർട്ട്മെന്റുകളിലൊന്നും, അത് തന്നെ AC കമ്പാർട്ട്മെന്റുകളിൽ വെള്ളമുണ്ട്, അല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റ്, സാധാരണക്കാരുടെ കമ്പാർട്ട്മെന്റുകളിൽ വെള്ളമില്ല എന്നുള്ള അവസ്ഥ അറിയുന്നത്. തുടർന്ന് ആൾക്കാര് ഒരു അജിറ്റേഷനിലേക്ക് പോവുകയാണ്. അത് ട്രെയിനിന്റെ ഉള്ളിൽ തുടങ്ങുന്നു. ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് അത് സ്റ്റേഷനിലേക്ക് എത്തുന്നു. സ്റ്റേഷൻ മാസ്റ്ററോട് ബഹളമാകുന്നു. അങ്ങനെ ഇത് കുറച്ച് ചില സ്റ്റേഷനുകൾ ട്രെയിൻ പിടിച്ചിടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ പെട്ടെന്നൊരു നേതാവായി ഉയർന്നു വരുന്നു. അയാൾ തന്റെ പിന്നിൽ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അണികളെ നിരത്തുന്നു. ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെ അവസാനം പരിഹാരം ഉണ്ടാക്കുന്നു. ഇന്ന സ്റ്റേഷനിൽ നിന്ന് ഇത്ര സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്തിക്കാമെന്ന് പറയുന്നു. ആദ്യത്തെ വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ടാമത് സ്ഥലത്ത് നിന്ന് വെള്ളം കിട്ടുന്നു. വെള്ളം കിട്ടിക്കഴിയുമ്പോൾ യാത്രക്കാരെല്ലാം അതിൽ ആഹ്ലാദിച്ച് വെള്ളം ട്രെയിനിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നു, തങ്ങളുടെ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുന്നു, കുളിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്തു. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. ആ ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു മനുഷ്യനുണ്ട് ആ ട്രെയിനിൽ, ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനെ വെള്ളം മോഷ്ടിച്ചവനായി കണക്കാക്കി ട്രെയിനിൽ നിന്ന് പിടിച്ചു തള്ളി അവന്റെ യാത്ര അവിടെ അവസാനിപ്പിച്ച് അവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ ഈ ജലദൗർലഭ്യം ഒന്നിച്ചനുഭവിച്ച ഈ മുഴുവൻ യാത്രക്കാരും അവനെ തങ്ങളുടെ ഒരു കൺകോണ് കൊണ്ട് പോലും തിരിഞ്ഞു നോക്കാതെ യാത്ര തുടരുകയാണ്. ട്രെയിൻ അവനെ അവിടെ ഉപേക്ഷിച്ച് യാത്ര തുടരുകയാണ്. ഇത് നമ്മുടെയൊക്കെ ഒരു സാമൂഹ്യ ബോധത്തിന്റെ, ഒരു സാംസ്കാരിക ബോധത്തിന്റെയൊക്കെ ഒരു ചിത്രമാണോ എന്ന് നമ്മൾ സംശയം ജനിപ്പിക്കുന്ന ഒരു അധ്യായമായാണ് ജലയുദ്ധത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ സീറ്റിലും അപരിചിതർ കുറച്ചു സമയത്തേക്ക് ഇരിക്കുന്നു. നിരന്തരം ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. തമ്മിൽ തൊടാത്ത നെടുനീളൻ ചങ്ങല. അദൃശ്യമായ ഭാവനകളുടെയും അദൃശ്യരായി സഞ്ചരിക്കുന്ന ദുരാത്മാക്കളുടെയും ചരിത്രമില്ലാത്തവരുടെയും വർത്തമാനം തന്നെ ഇല്ലാത്തവരുടെയും കൂടിയാണ് ഇന്ത്യൻ തീവണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം 2 അവസാനിക്കുകയാണ്. ഈ നോവലിന്റെ ഭാഗം 3 വന്നാൽ അതിന്റെ ടൈറ്റിൽ വിധ്വംസക
ജീവി എന്നതാണ്. നമ്മൾ ഓർക്കണം, ആദ്യത്തേത് ടെറിട്ടോറിയൽ അനിമൽ ആയിരുന്നു, രണ്ടാമത് സംഘമൃഗം, മൂന്നാം ഭാഗമായപ്പോൾ വിധ്വംസക ജീവി. കെട്ടുകഥ കൊണ്ട് പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഇരികാൽ മാത്രമേ ഉള്ളൂ എങ്കിലും നിരവധി കാൽക്കൂട്ടമായി മാറുന്ന മനുഷ്യൻ എന്ന വിധ്വംസക ജീവി. ഈ അധ്യായത്തില് ആയുധം എന്ന ഒരു ആശയത്തെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്, വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ആയുധം എന്ന ഒരു ആശയം എങ്ങനെയാണ് മനുഷ്യനിലേക്ക് വരുന്നത്, അതിനകത്ത് തന്നെ ബരാറ്റ എന്ന് പറയുന്ന തോക്കിനെ പറ്റി പറയുന്നുണ്ട്. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ, മനുഷ്യരുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ആയുധം എന്ന ആശയം ഒക്കെ പറയുന്നുണ്ട്. അതിൽ രണ്ടാമതൊരു അധ്യായത്തിൽ ഈ ചരിത്രമില്ലാത്ത കുട്ടിയെ പിന്നും കൊണ്ടു നിർത്തുകയാണ്. യുവാവായ ചരിത്രമില്ലാത്ത കുട്ടി, അവൻ കൊല്ലപ്പണിക്കാരനും വേടനുമായി മാറുന്ന ചരിത്രമില്ലാത്ത കുട്ടിയായ ഭാവനയ്ക്കാണ് നോവലിസ്റ്റ് നമ്മൾക്ക് അവനെ വിട്ടുതരുന്നത്. ഒപ്പം തന്നെ ഈ ട്രെയിൻ യാത്രയിൽ ആദ്യം മുതലുണ്ടായിരുന്ന ഒരു സ്ത്രീയുണ്ട്. അവരിങ്ങനെ തന്റെ നാട്ടിലെ കാര്യങ്ങളെ കുറിച്ച് വളരെ പൊങ്ങച്ചം പറയുകയും തന്റെ മക്കളെ കുറിച്ചൊക്കെ പൊങ്ങച്ചം പറഞ്ഞ് ഞാൻ വലിയൊരു കൂട്ടത്തിന്റെ ഒപ്പമാണെന്ന് മറ്റു യാത്രക്കാരോട് നിരന്തരം സംവേദിച്ചുകൊണ്ട് തന്റേതായ ഒരു പൊക്കയിടത്തിൽ ഇരുന്ന ഒരു സ്ത്രീ ഇറങ്ങുമ്പോൾ വിളിക്കാൻ ആരും വരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് എത്ര കൂട്ടമുണ്ടെങ്കിലും ഇറങ്ങുമ്പോൾ ഒറ്റയാകുന്നവനാണ് മനുഷ്യൻ എന്നൊരു തോട്ടാണ് ആ ഒരു വിവരണത്തിൽ കൂടെ വീശിനിലാൽ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരുന്നത്. അതുപോലെ തന്നെയാണ് മുറിയുന്ന കമ്പാർട്ട്മെന്റുകൾ. ഇടയ്ക്ക് കോച്ചുകൾ തമ്മിൽ മുറിഞ്ഞു മാറിയിട്ടുണ്ട്, പിന്നെ കൂടിച്ചേർത്ത് യാത്ര തുടരുന്നുണ്ട്. അങ്ങനെ ഒരു മുറിഞ്ഞു മാറലിൽ മറ്റൊരു കമ്പാർട്ട്മെന്റിൽ പെട്ടുപോയ നിമിഷ മേത്ത എന്ന യാത്രക്കാരിയോട് രാകേഷ് മീണ എന്ന TT പറയുന്ന ഒരു വാചകമുണ്ട്. കുട്ടി, മുറിഞ്ഞു മാറുന്നതും ഇണങ്ങിച്ചേരുന്നതും തീവണ്ടികൾക്ക് ശീലമാണ്. അഥവാ മുറിഞ്ഞു മാറാനുള്ള ബാധ്യതയോടുകൂടി തന്നെയാണ് വലിയ ട്രെയിനുകൾ നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സിലായോ? വളരെ ലോലമാണ് കോച്ചുകൾ തമ്മിലുള്ള ബന്ധം. തുടർന്ന് ഇന്ത്യ എന്ന പുസ്തകം വായിക്കുന്ന കരംചന്ദിലേക്കാണ് എത്തുന്നത്. വർണ്ണവിസ്മയങ്ങളുടെ ഒരു ജനത ഉണർന്നെഴുന്നേറ്റ് വരികയാണ് ആ പുസ്തകത്തിൽ. അതായത് ജോണിന്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യ എന്ന പുസ്തകം കരംചന്ദ് എടുത്തു വായിക്കുകയാണ്. വിധ്വംസക സ്വഭാവമുള്ള ജീവി മൃദുവായ ഇന്ത്യ എന്ന 3 അക്ഷരത്തെ ഉരുവിടുകയാണ്. അങ്ങനെ ഉരുവിട്ടുകൊണ്ട് 3-ാം ഭാഗവും അവസാനിക്കുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ കഥയായിരിക്കുമ്പോൾ അനവധി മനുഷ്യരെ വഹിച്ചുകൊണ്ടോടുന്ന തീവണ്ടി വലിയൊരു ഇതിഹാസമാകും. നീർത്തടങ്ങളിൽ പക്ഷിയായും കരഭൂമിയിൽ കാട്ടുകുതിരയായും അതിങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അതിനുള്ളിൽ. എന്നാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്കോ വെറും തീവണ്ടി. അതെ, നമ്മുടെ ഉള്ളിൽ ഓടുന്ന സമ്പർക്കക്രാന്തിയായി ഈ നോവൽ മാറുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഓടിപ്പോകുന്നൊരു തീവണ്ടി, പക്ഷെ പലതരത്തിൽ പല സ്വഭാവത്തിലുള്ള ആൾക്കാർ യാത്ര ചെയ്തു പോകുന്ന, എല്ലാവരും ഒരേ ഇടത്തിൽ വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തീവണ്ടി യാത്രയായിരിക്കും അല്ലേ. പലതരത്തിലുള്ള സ്വഭാവക്കാർ അവരത് പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അതായത് ഈ നോവല് ചരിത്രത്തിലേക്ക്, ഇപ്പം ബ്രിട്ടീഷുകാരുടെ കഥ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചരിത്രത്തിലേക്ക് നമ്മളെ തൊടുന്നുണ്ടെങ്കിലും എന്നാൽ ഇതൊരു ചരിത്ര പുസ്തകമൊന്നുമല്ല. കൃത്യമായി ആശയപഹാസ്യത്തിന്റെയും ഫിക്ഷന്റെയും രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരന്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കോരിയിടുകയാണ്. അതെ, രതീഷ് പറഞ്ഞ പോലെ തന്നെ തീവണ്ടിയിൽ കേരളം കടന്നു കഴിഞ്ഞാൽ കയറുന്ന ജനത വേറൊരു വിഭാഗം ജനതയാണ്. അത് കർണാടകം കടന്നു കഴിഞ്ഞാൽ കയറുന്നത് വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഭാഗം ജനതയാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഇതിന്റെ എല്ലാം ഉള്ളില് ഇതിനെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനമുണ്ട്. ആ ഒരു സംഗതിയുടെ ഒരു പ്രതിബിംബമായിട്ട് വേണമെങ്കിൽ ഈ സമ്പർക്കക്രാന്തി ട്രെയിനിനെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അതായത് ഇതിന്റെ പറയുന്ന പോലെ തന്നെ സമ്പർക്കക്രാന്തി ഒരു യാത്രയാണ്. അതൊരു വലിയ ഇന്ത്യ എന്നുള്ള വ്യത്യസ്തതയെ ഒരു നൂലിൽ കോർത്ത ഒരു യാത്രയാണ്. ഇതുപോലെ എല്ലാ തീവണ്ടികളും കുറുകയും നെടുകയും ഓടി യാത്രകളാണ് ഇന്ത്യയെ ഒന്നായി പിടിച്ചു നിർത്തുന്നത്. പിടിച്ചു നിർത്തുന്നതിന്റെ ഇടയിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെയുള്ള ത്രെഡുകളും ഒക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെന്നുള്ള യാത്രക്കിടയിലുള്ള യാത്രകളെ കൂടെയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കമ്പാർട്ട്മെന്റുകൾക്ക് അകത്തൂടെ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു യാത്രക്കാരൻ മറ്റൊരു കമ്പാർട്ട്മെന്റിൽ പോവുകയും അതിന്റെ അടുത്ത കമ്പാർട്ട്മെന്റിൽ പോവുകയും, അതായത് യാത്രക്കിടയിലുള്ള യാത്രകളുടെ കൂടെ ചിത്രമാണ് സമ്പർക്കക്രാന്തി എന്ന നോവൽ. അത് ഇതിനിടയ്ക്ക് വലിയ സന്ദേശത്തിന്റെ ജലദൗർലഭ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ. കുറച്ചധികം പേര് പാഴാക്കുമ്പോൾ മറുവശത്ത് ജലം എടുത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരാളുടെ. അതെ, അത് വളരെ വലിയൊരു സന്ദേശമാണ് ഈ നോവലിൽ തരുന്നത്. അതായത് അയാൾക്ക് തീരെ നിവർത്തില്ല. അയാൾ ടോയ്ലറ്റിൽ ഇരുന്ന ഒരു മനുഷ്യനാണ്. വെളുപ്പിന് ടോയ്ലറ്റിൽ പോയിട്ട് ജലമില്ലാതിരിക്കുന്ന മണിക്കൂറുകൾ ഓടേണ്ടി വരുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ അയാൾ ഒരു കുപ്പി വെള്ളം എടുത്തതിനാണ് അയാളെ ജലമോഷ്ടാവായി കണക്കാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അതിനുവേണ്ടി റിപ്പോർട്ട് TT കൊടുക്കുകയാണ്. അപ്പൊ അതാണ് അവസ്ഥ എന്നൊരു ചൂണ്ടിക്കാണിക്കലാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒന്ന് TT ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കാര്യങ്ങൾ ഒപ്പിയെടുക്കാനായിട്ട് അല്ലെ ഓരോ ആൾക്കാരും കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് ഈ നോവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അതൊരു കൃത്യമായ നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് TT എന്നുള്ള നിലയിൽ വളരെ കൃത്യമായ ആളുകളെ നിരീക്ഷിക്കുന്ന ഒരാൾ ആയിരിക്കണം വീശിനിലാൽ. അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ അറിവുകളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന് എഴുതാൻ
നിരീക്ഷിക്കാനുള്ള ആ ഒരു കഴിവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാകുമ്പോൾ ആ നിരീക്ഷണങ്ങൾ വളരെ ഭംഗിയായി മഷി പുരട്ടി നമ്മളിലേക്കും ആ അനുഭവം എത്തിക്കുന്ന തരത്തിൽ നോവലിനെ പോർട്രേ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു നോവൽ കൂടി തന്നെയാണ്. എന്തായാലും ഒരുപാട് നന്ദി ഡോക്ടർ പ്രതിഭ രതീഷ്, ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവൽ, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു നോവൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. നന്ദി രതീഷ്, ഇങ്ങനെ ഒരു അവസരം തന്നതിന് റേഡിയോ മലയാളത്തിനും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു യാത്ര ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഇന്ത്യ മുഴുവൻ നമ്മളൊരു യാത്ര പോവുകയാണ് ഈ ഒരു നോവലിലൂടെ. ആ യാത്രയിൽ നമ്മൾ കാണുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് പകർന്നു നൽകുകയാണ് ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ വി ഷിനിലാൽ. അപ്പോൾ ഈ പുസ്തകം എല്ലാവരും വായിക്കൂ എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും അറിയിക്കാനുള്ളത്. ആ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തൽക്കാലം ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്. കേട്ടുകൊണ്ടിരിക്കൂ ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 FM.